ഹലോ ഗായ്സ്, ഇന്നൊരു 7:30 ആയ സമയത്ത് നമുക്കൊരു പായസം കുടിക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നി. അപ്പോൾ നമ്മൾ പിന്നൊന്നും നോക്കിയില്ല, പാല് കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു വെറൈറ്റി മെത്തേഡിലൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിൾ പായസം, ബാച്ചിലേഴ്സിന് വരെ ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിമ്പിൾ പായസമായിരുന്നു. സാധാരണ പോലെ തന്നെ നമ്മൾ പാല് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. എന്നിട്ട് പഞ്ചസാര കാര്യങ്ങളൊന്നും ഇടാതെ വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് ഒന്ന് തിളച്ച ശേഷം പഞ്ചസാര ഇടുക. അപ്പം കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് നമുക്ക് പാല് കിട്ടും. അതിന് ശേഷം നമ്മൾ മിക്സായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിൽമയുടെ മിക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിൽമയുടെ മിക്സ് അതിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം ഉള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. നോർമലി നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും എപ്പോഴും ബോധേഡ് ആവുന്നൊരു കാര്യമാണ്, നമ്മൾ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഷുഗർ കരിഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ പായസത്തിന് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു കൺസിസ്റ്റൻസിയും കിട്ടും. അതിനുള്ള ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മൾ പായസം ഒക്കെ റെഡി ആയതിനു ശേഷം, നോർമൽ അടപ്പായസം ഉണ്ടാക്കുന്ന സെറ്റപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം, പായസം റെഡി ആയതിനു ശേഷം ഒരു ആണി ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അത് പായസത്തിലോട്ട് ചേർക്കുക. ആ ചേർക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം പിരിഞ്ഞു പോകും. ഈ ഒരു കാര്യം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ. അത് ടേസ്റ്റും ഒന്ന് എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. എന്തായാലും അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. നീ ശർക്കരയില്ലേ, ശർക്കരയും പാലും കൂടെ കുറുക്കി മൊത്തം ഇരിക്കുന്നതല്ലേ. പിന്നെ